അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഗസയിൽ വീണ്ടും ഇസ്രയേലിൻ്റെ ആക്രമണം. ഏകദേശം 400-ൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു. അതിലെ 130ഓളം കുട്ടികളാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ഷഹീദിൻ്റെ കൂലി കൊടുത്ത് സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെടുത്തി അവരോടൊപ്പം നമ്മളെയും അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ആളുകളും പലസ്തീന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല അവർക്ക് ഇസ്രയേൽ എന്ന നരബേജികളുടെ പോരാട്ടത്തിൽ വീര്യം കിട്ടാൻ, അവർക്ക് സമാധാനം കിട്ടാൻ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ദുആ ചെയ്യുന്നതിനോട് കൂട്ടത്തിൽ ഒരു പ്രതിജ്ഞ കൂടെ നമ്മളെടുക്കണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത്, ഇസ്രയേലുകളുടെ പ്രൊഡക്റ്റ് അതിനിപ്പോൾ എന്ത് തന്നെ ആയാലും, ഒരു ചെറിയൊരു മുട്ടായി ആണെങ്കിൽ പോലും, ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും ഞാനത് ഉപയോഗിക്കുകയില്ല എന്നു മുതൽ അള്ളാഹിൻ്റെ പരിശുദ്ധമായ റമദാനിൽ പടച്ച റബ്ബിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോരോ മുസൽമാനും അത് പ്രതിജ്ഞ എടുക്കുക തന്നെ വേണം. ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിൽ നിന്നും പലസ്തീന് ഇസ്രയേലിനും അതേപോലെ ഇസ്രയേലുകളുടെ മൂടുന്നായി നടക്കുന്ന കുറേ ഊളകളുണ്ടല്ലോ, ഈ ആരിഫ് ഹുസൈനെ പോലത്തെ കുറേ നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് അതിൽ ആനന്ദം കിട്ടുന്ന ഒരു സമാധാനം കൊള്ളുന്ന കുറേ ടീമുകളുണ്ട്. അവർ മനസ്സിലാക്കാനും ഇസ്രയേൽ മനസ്സിലാക്കാനും പലസ്തീനിൻ്റെ ഇത്രയും കാലത്തെ പോരാട്ടത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു സത്യമുണ്ട്. എന്താണെന്നറിയോ? ഇത് പലസ്തീനെ മക്കൾ എന്ത് തരും? ഇസ്രയേലുകൾക്ക് ചോര വാങ്ങി കൊടുക്കും, ജീവനും കൊടുക്കും. മരിക്കേണ്ടി വന്നാൽ എന്താവൂല? ഒരു തരി മണ്ണ് പലസ്തീൻ എന്താവൂല? ഇസ്രയേൽ എന്ന നരബേജികളായ ഇസ്രയേൽ പട്ടികൾക്ക് വിട്ടുകൊടുക്കൂല, ഒരിക്കലും കൊടുക്കൂല. ഖിയാമത്ത് നാൾ വരെ സംഭവിച്ചാൽ എന്താവൂല? കൊടുക്കൂല. അത് അള്ളാഹിൻ്റെ പരിശുദ്ധ ദീനിൽ സ്ഥിരപ്പെട്ടതാണത്. ഇത്രയും കാലത്തെ ഒരു ചെറിയ ഒരു രാജ്യം പലസ്തീനായ വൻ ശക്തികൾ അടങ്ങുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ഇസ്രയേലി, അതിൽ അമേരിക്കനെ കൂട്ടുപറിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കിയതാണല്ലോ. എന്നിട്ട് സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവര് തല കുത്തിയെന്ന് വെള്ളം കുടിച്ചാൽ എന്താവൂല? പലസ്തീന മക്കളുടെ ഗസയുടെ ചോര കിട്ടും, ജീവൻ കിട്ടും. ഒരു തരിമണ്ണ് എന്താവൂല? കിട്ടൂല എന്ന് പറഞ്ഞാൽ കിട്ടൂല എന്ന് തന്നെയാണ്. തർക്കമില്ലാത്ത വിഷയമാണിത്. കാരണം എന്താ? മസ്ജിദുൽ അഖ്സ അത് മുസ്ലിം ഉമ്മത്ത് തിരിച്ചു പിടിക്കുന്ന ഒരു യുദ്ധം മഹാനായ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാമിൻ്റെ കരങ്ങളാൽ അത് നടക്കുമെന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രഖ്യാപനമാണത്. അത് പറഞ്ഞത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥിരപ്പെട്ടതാണത്. ഈസാ നബി അലൈഹി സ്വലാം ഒരു ആവർത്തി കൂടെ ഭൂമിയിൽ വരും എന്നുള്ളത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളോടും വിശ്വസിക്കാൻ പറഞ്ഞു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാ? ഈസാ നബി അലൈഹി സ്വലാമിനെ കുരിശിൽ തറച്ചു എന്ന് പറഞ്ഞ ആളുകളോട്, കൊന്നു എന്ന് പറഞ്ഞ ആളുകളോട്, ദൈവം എന്ന് വിളിച്ച ആളുകളോട്, ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞ ആളുകളോട് ഇത് തിരുത്തി പറയാൻ അല്ലാഹു തആല ഈസാ നബി അലൈഹി സ്വലാമിനെ ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തുമെന്ന ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു പറയും, ലോകത്തോട് വിളിച്ചു പറയുന്ന, എന്നെ കൊന്നിട്ടുമില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല, വമാ ഖതലൂഹു വമാ സ്വലബൂഹു, രണ്ടും സംഭവിച്ചിട്ടില്ല. ഞാൻ ദൈവമോ ദൈവത്തിൻ്റെ പുത്രനോ അല്ലെന്നും അള്ളാഹുവിൻ്റെ ഒരു തിരുദൂതർ മാത്രമാണെന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയുമെന്നുള്ളതാണ്. 40 വർഷകാലത്തോളം മഹാനായ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം ഭൂമിയിൽ ജീവിക്കുകയും അതിനുശേഷം മരണപ്പെടുകയും പരിശുദ്ധമായ മദീനയിൽ ഈസാ നബി അലൈഹി സ്വലാമിന് ഖബർ കുഴിക്കപ്പെടുമെന്നുള്ളത് പരിശുദ്ധ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ പുലരാനിരിക്കുന്ന സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ഇതൊന്നും പുലരൂല എന്നാണെന്നുണ്ടെങ്കിൽ എന്തു വേണം? ഇസ്രയേലുകളുടെ ഇപ്പോഴത്തെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പലസ്തീൻ എന്ന് പറയുന്ന ചെറിയ ഒരു രാജ്യം കാലങ്ങൾക്ക് മുമ്പ് അത് ഓരെന്ത് ചെയ്യണം? യുദ്ധം ചെയ്തിട്ട് പിടിച്ചെടുത്തിരിക്കണം. അതിന് ഓർക്ക് സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ, ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങനെ എന്താവൂല? സാധിക്കൂല എന്ന് മാത്രമല്ല, പലസ്തീൻ ജനത ചോര കൊടുത്താലും ജീവൻ കൊടുത്താലും ഒരു തരി മണ്ണ് എന്താവൂല? ഇസ്രയേലുകൾ എന്ന പട്ടികൾക്ക് വിട്ടുകൊടുക്കൂല. ആ നിലപാട് അങ്ങനെ തന്നെ എന്താവും? തുടരും. സുബ്ഹാനല്ലാഹ്.
അവിടെയാണ് റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം പുലരും എന്നുള്ളതിന്റെ ഒരു തെളിവുകളുടെ അടിസ്ഥാനമാണിത്.